മുനമ്പം വിഷയത്തിൽ ബി.ജെ.പി. ആർ.എസ്.എസ്. നാടകം പൊളിഞ്ഞതായി CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ. സംസ്ഥാന സർക്കാർ പറഞ്ഞ കാര്യമാണ് കേന്ദ്രമന്ത്രിയും ഇപ്പോൾ പറയുന്നത്. മുതലെടുപ്പിന് ശ്രമിച്ചവർ പരാജയപ്പെട്ടുവെന്നും M.V. ഗോവിന്ദൻ കാസർഗോഡ് പറഞ്ഞു. മുസ്ലിം ക്രിസ്ത്യൻ വിരുദ്ധത ആർ.എസ്.എസിന് മറച്ചുവെക്കാനാകില്ലെന്നും M.V. ഗോവിന്ദൻ പ്രതികരിച്ചു. നവോത്ഥാനത്തിന്റെ മാറ്റങ്ങൾ ഇനിയും വരേണ്ടതുണ്ടെന്നും അത് വന്നുകൊണ്ടിരിക്കുമെന്നും പിലിക്കോട് രായരമംഗലം ക്ഷേത്രത്തിൽ നടന്ന നാലമ്പല ദർശനം സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് മറുപടിയായി M.V. ഗോവിന്ദൻ പറഞ്ഞു. ഒരു അന്തരീക്ഷം ഉണ്ടാക്കി അതിനാവശ്യമായ രീതിയിൽ ഗവൺമെൻറ് തന്നെ കമ്മീഷൻ നിശ്ചയിച്ചു ഫലപ്രദമായിട്ട് അന്വേഷണം നടത്തി കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് പോവുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതിന് പകരം വകുപ്പിൻ്റെ ഭാഗമായിട്ട് ബില്ല് വന്നതോടുകൂടി പ്രശ്നം പരിഹരിക്കപ്പെട്ടു എന്നാണ് BJP-ക്കാർ പ്രചരിപ്പിച്ചത്. ഇപ്പോഴവിടെ പോയപ്പോഴാണ് മനസ്സിലാകുന്നത് അങ്ങനെ പരിഹരിക്കാൻ സാധിക്കുന്ന ഒന്നല്ല. അപ്പോൾ യഥാർത്ഥത്തിൽ മുസ്ലിം ക്രിസ്ത്യൻ സംഘർഷമല്ല വേണ്ടത്, യോജിച്ച വളരെ ഫലപ്രദമായ രീതിയിൽ ഇടപെടൽ കേരളത്തിലെ ഗവൺമെൻറ് നടത്തി ആ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. അവിടെയുള്ള താമസിക്കുന്ന എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരെയും സംരക്ഷിച്ചു വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ. അതിനുതകുന്ന നിലയിലാണ് ഗവൺമെൻറ് മുന്നോട്ടേക്ക് പോകുന്നത്. അല്ല, BJP ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ മുസ്ലിം വിരുദ്ധതയുള്ള ക്രിസ്തീയ ജനവിഭാഗം അങ്ങനെ ഒരു വിഭാഗത്തെ രൂപപ്പെടുത്താനാണ് അവർ ശ്രമിച്ചത്. പക്ഷേ വഖഫ് ബില്ല് തയ്യാറായി കഴിഞ്ഞതിന് ശേഷം ഓർഗനൈസർ തന്നെ കൃത്യമായിട്ട് അവതരിപ്പിച്ച അവരുടെ ലേഖനത്തിൽ ചൂണ്ടിക്കാണിച്ചത് യഥാർത്ഥത്തിൽ ഗവൺമെൻറ്റിൻ്റെ സ്വത്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്വത്ത് പള്ളിക്കാണുള്ളത് എന്നാണ്.